ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ഫിസിഷ്യൻസും ഡോക്ടേഴ്സും പറയും ഒരു 6 മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 ഇയർ കൂടുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പുകളും കൃത്യമായിട്ട് ചെയ്യണമെന്ന്. ഇത് പറയുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടോ, പ്രോബബിലിറ്റി ഉണ്ടോ, അങ്ങനെ വരാനുള്ള ചാൻസസ് മുൻകൂട്ടി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് അതിൻ്റെ മെഡിസിൻ എടുക്കുകയും പല ടെസ്റ്റുകൾ വഴി അത് കണ്ടുപിടിക്കുകയും വളരെ ദുരന്തപരമായ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വളരെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. ഇതേ കേസ് തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലും നമ്മൾ നോക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പല സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ സമയമെടുത്ത് ഇതിനെ ഓരോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോഴോ ഇതിനൊന്ന് റിവ്യൂ ചെയ്യണം. അതിന് കൃത്യമായി പറയുന്നത് പോർട്ട്ഫോളിയോ റിവ്യൂ ആൻഡ് റീബാലൻസ് എന്നാണ്. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തില്ല എങ്കിൽ, നേരത്തെ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പും പോലെ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ പോകുന്നത് കറക്റ്റായ ഡയറക്ഷനിലാണോ? ഞാൻ കുറേ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നുണ്ട്, കുറേ ഓഹരികൾ വാങ്ങിക്കുന്നുണ്ട്, കുറേ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഡയറക്ഷനിലാണോ പോകുന്നത്? ഞാൻ ഇതുപോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നേരത്തെ തിരിച്ചറിയുന്നൊരു മെത്തേഡാണ് പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു മോശ അവസ്ഥയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ വേണ്ട കറക്ഷൻസ് നടത്തി ആ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊണ്ടുപോകുന്നതാണ്. ഒരു പോർട്ട്ഫോളിയോ റിവ്യൂ ആൻഡ് റീബാലൻസ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് 4 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നു. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ആൻഡ് റീബാലൻസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ എന്ന് പറയുന്നത് പെർഫോമൻസ്. നമ്മുടെ പലതരത്തിലുള്ള സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായ ഒരു ബെഞ്ച് മാർക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ റിലയൻസിൻ്റെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ റിലയൻസിൻ്റെ ബെഞ്ച് മാർക്കിനെങ്കിലും അത് ബീറ്റ് ചെയ്യുന്ന രീതിയിൽ പെർഫോമൻസ് കൊടുക്കണം. അപ്പോൾ ഈ പെർഫോമൻസ് ഇവാലുവേഷനാണ് നമ്മുടെ നമ്പർ 1 എന്ന് പറയുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് ബീറ്റ. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ സെൻസിറ്റിവിറ്റിയെ തീരുമാനിക്കും. അതായത് മാർക്കറ്റ് കയറുന്നതനുസരിച്ച് പോർട്ട്ഫോളിയോ കയറുന്നുണ്ടോ എന്നും മാർക്കറ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് പോർട്ട്ഫോളിയോക്ക് എത്രത്തോളം ഡൗൺ സൈഡ് ഉണ്ടെന്നും തീരുമാനിക്കുന്നു. മൂന്നാമത്തെന്ന് പറയുന്നത് റിസ്ക് മിറ്റിഗേഷനാണ്. മാർക്കറ്റിൽ കറക്ഷനും അതേപോലെ തന്നെ വളരെ വലിയ ഫാളും എല്ലാം വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിൽ അന്ന് ബിയർ മാർക്കറ്റ് ട്രെൻഡ് ആണെങ്കിലും കറക്ഷൻ ആണെങ്കിലും ഇതിലെല്ലാം പ്രതിരോധിക്കാൻ നമ്മുടെ പോർട്ട്ഫോളിയോക്ക് അതിൻ്റെ വേണ്ടതായ കാര്യങ്ങൾ പോർട്ട്ഫോളിയോയിൽ ഉണ്ടോ എന്നറിയുന്നതാണ് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനാണ്. അതായത് നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഏത് കൺട്രിയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷനും അസറ്റ് ഡൈവേഴ്സിഫിക്കേഷനും നിങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിൽ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ആണെന്ന് വിചാരിക്കാം. ഇവിടെ 9.2% റിട്ടേൺ ഉണ്ട്. 6 മന്ത് കാലയളവിൽ എടുക്കുന്ന സമയത്താണ് 9.2. 14.3% റിട്ടേൺ ഉണ്ട്, അത് 1 ഇയർ കാലയളവിൽ എടുക്കുന്ന സമയം. ഇനി 19.6% റിട്ടേൺ ഉണ്ട് എപ്പോൾ 1.5 ഇയേഴ്സിൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 6 മന്ത്, 1 ഇയർ, 1.5 ഇയേഴ്സ്, ഇങ്ങനെ 3 കാലയളവിലാണ് നമ്മൾ എടുക്കുന്നത്. അത് ഓരോ 6 മാസവും നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ യെല്ലോ കളറിൽ കാണിക്കുന്നത് നമ്മുടെ ബേസിക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ്. അതാണ് ഇവിടെ പറയുന്ന നിഫ്റ്റി 50. ഈ നിഫ്റ്റി 50യുടെ റിട്ടേൺ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, അതിനേക്കാൾ കൂടുതലാണോ റിട്ടേൺ കുറവാണോ എന്നുള്ളതാണ് 3 കാലയളവ് നമ്മൾ നോക്കുന്നത്. 6 മാസത്തിൽ നോക്കി കഴിഞ്ഞാൽ 9.2, 8.7 നമ്മളവിടെ ഡിഫറൻസ് നമ്മുടെ പോർട്ട്ഫോളിയോ ബെറ്റർ ആയിട്ട് ചെയ്തു. ഇനി 1 ഇയർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അത് 14.3 ഉണ്ട്. ഇനി 1.5 ഇയേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാലും ഈ ബ്ലൂ കളറിലാണ് ഇവിടെ ടോപ്പിൽ നിൽക്കുന്നത്. അതായത് ഈ യെല്ലോ കളർ ബാറിനെ അപേക്ഷിച്ച് ബ്ലൂ കളറാണ് എപ്പോഴും ഒരല്പം മുകളിൽ നിൽക്കുന്നത്. അതായത് നിഫ്റ്റി 50 എന്ത് റിട്ടേൺ കൊടുക്കുന്നോ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ എൻ്റെ പോർട്ട്ഫോളിയോക്ക് തരാൻ സാധിച്ചു
അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നത് റൈറ്റ് ഡയറക്ഷനാണ്. എത്രയാണ് ആ ഡിഫറൻസ് എന്നുള്ളതിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഈ കേസസിൽ നമ്മൾ ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ 1.4% ആണ് ഇവിടുത്തെ റിട്ടേൺ എക്സ്ട്രാ നമ്മൾ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ എക്സ്ട്രാ എത്ര ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ആൽഫ ജനറേറ്റ് ചെയ്യണം. അത് കൃത്യമായ രീതികളിലുള്ള ഫണ്ട് സെലക്ഷൻസ് നടത്തുന്നതിലൂടെ ഈ ആൽഫ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ആൽഫ എത്രയാണെന്ന് സാധിക്കുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പാരാമീറ്ററാണ് ബീറ്റ എന്ന് പറയുന്നത്. അതായത് നിഫ്റ്റി 50യുടെ വോളറ്റിലിറ്റി അപ്സ് ആൻഡ് ഡൗൺസ് മൂവ്മെൻറ്റ് 1 അല്ലെങ്കിൽ 100% എന്നെടുത്താൽ നിഫ്റ്റി 10% മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എത്ര ശതമാനം മുകളിലോട്ട് പോകുന്നു? നിഫ്റ്റി ഈ പറഞ്ഞതുപോലെ 10% മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ 0.8 ആണെങ്കിൽ നിങ്ങൾ 8% മുകളിലോട്ട് പോകുന്നു. അതായത് നിഫ്റ്റിക്കൊപ്പം പോകുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് അതിൻ്റെ അതർ സൈഡും. അതായത് നിഫ്റ്റി 10% താഴുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ താഴുന്നത് വെറും 8% അപ്പോൾ ഡൗൺ സൈഡുണ്ട്, അപ്പ് സൈഡുണ്ട്. അപ്പോൾ ബീറ്റ കൂടണോ കുറയണോ എന്നുള്ളൊരു ചോദ്യം വരും. ബീറ്റ കൂടാനും പാടില്ല, വളരെ കുറയാനും പാടില്ല. ബീറ്റ ഓൾമോസ്റ്റ് ഒരു റേഞ്ചിൽ നിൽക്കണം. കൃത്യമായി പറഞ്ഞാൽ 0.8-ൻ്റെയും 1.2-ൻ്റെയും ഇടയ്ക്ക് നിൽക്കണം. അപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ എത്രയാണെന്ന് അനലൈസ് ചെയ്യുക. 1.2-ൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഹൈ റിസ്ക് ഫണ്ടുകളാണ് കൂടുതൽ എടുത്തിട്ടുള്ളതെന്ന് അർത്ഥം. 0.8-ന് താഴെയാണെങ്കിൽ നിങ്ങൾ വളരെ ലോ റിസ്ക് ഫണ്ടുകളാണ് എടുത്തിട്ടുള്ളത് എന്നർത്ഥം. 0.8-ന് 1.2-ന് ഇടക്കാണെങ്കിൽ നിങ്ങളൊരു മോഡറേറ്റ് രീതിയിലാണ് പോകുന്നതെന്നർത്ഥം. എപ്പോഴും ബീറ്റ ഈ ഒരു റേഞ്ചിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് ഒരിക്കലും മുകളിലോട്ട് മാത്രമല്ല പോകുന്നത്. പല സമയത്തും മുകളിലോട്ട് പോകുന്നു, താഴോട്ടും വരുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിൽ 2 പ്രതിഭാസങ്ങൾ സംഭവിക്കും. കറക്ഷൻ എന്നും ക്രാഷ് എന്നും നമ്മൾ പറയും. ചെറിയ രീതിയിലുള്ള ഫാളുകളൊക്കെ ആണെങ്കിൽ ഒരു 20% ആണെങ്കിൽ നമ്മളതിനെ കറക്ഷൻ എന്നും, അതിൽ മുകളിലോട്ടാണെങ്കിൽ നമ്മളതിനെ ക്രാഷ് എന്നും ജനറലായിട്ട് നമ്മൾ പറയും. അല്ലെങ്കിൽ ഒരു ബിയർ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തു എന്ന് പറയും. അപ്പോൾ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഫാൾ വളരെ കോമൺ ആണ്. ഇപ്പോൾ 2024 തൊട്ട് 26 വരെ ഇപ്പം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കറക്ഷൻ അല്ല, ആക്ച്വലി ഒരു ടൈം കറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പ്രൈസ് കറക്ഷൻ അല്ല. എന്നാൽ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടത് വളരെ വലിയൊരു ക്രാഷായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാർക്കറ്റിൽ വളരെ കോമൺ ആണ്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്ത് ഉണ്ടായിരിക്കണം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാറ്റഗറിയാണ് ടി ബിൽസ് എന്ന് പറയും. ടി ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി ബില്ലുകളിൽ നമുക്ക്, അതായത് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാമത് വരുന്നതാണ് ആർബിട്രാജ് ഫണ്ടുകൾ. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ ലിക്വിഡ് ഫണ്ടുകളുണ്ട്, നമ്മുടെ മണി പാർക്ക് ചെയ്യാനും ഒരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്നതാണ്. പക്ഷേ NRIസിന് നല്ലൊരു ഓപ്ഷനാണ് ആർബിട്രാജ് ഫണ്ട്. കാരണം TDS പിടിക്കുന്ന റേറ്റ് 31.5%-ൽ നിന്ന് 12.5% കുറക്കാൻ പറ്റും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NRIs ഏത് തരത്തിലാണ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻസൊക്കെ ഞാൻ ലിക്വിഡ് ഫണ്ടിൽ പാർക്ക് ചെയ്തതിന് പകരം ആർബിട്രാജ് ഫണ്ടിലോട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ടാക്സ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഫാക്ടറാണ്. മൂന്നാമത്തെ കേസുകളിൽ ചില സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50യുടെ F&Oയിൽ വരുന്ന പുട്ട് ഓപ്ഷൻസ് നമുക്ക് കോൾ ചെയ്തുകൊണ്ട്, പുട്ട് ഓപ്ഷൻസ് എടുത്തുകൊണ്ടും നമുക്ക് ചില സമയങ്ങളിൽ ഈ മാർക്കറ്റ് ഫാളിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ് എപ്പോഴും ഒരു ഹെഡ്ജിങ് ടൂളാണ്. മിക്ക കേസുകളിലും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഗോൾഡ് താഴോട്ടും, ഗോൾഡ് മുകളിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് അതായത് റിവേഴ്സ് കോറിലേഷൻ ആണെന്ന് പറയും. ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റത് താഴോട്ട് വരും. അങ്ങനെ ഒരു പ്രതിഭാസമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഈ 2 കേസസും പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, ആർബിട്രാജ് പോലത്തെ ഫണ്ടുകൾക്ക് NRIസിന് യൂസ് ചെയ്യാം. ഇനി ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ അവർക്ക് കൺസിഡർ ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇക്വിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ പുട്ട് ഓപ്ഷൻസ് നിഫ്റ്റി 50യിൽ വാങ്ങിച്ചുകൊണ്ടും നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. പിന്നെ നാലാമതായിട്ട് വരുന്നതാണ് ഹെഡ്ജിങ് ടൂളായിട്ടുള്ള ഗോൾഡ് യൂസ് ചെയ്തുകൊണ്ടും ഒരു പരിധിവരെ ഈ റിസ്ക് മിറ്റിഗേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും എത്ര ശതമാനം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവ്യൂ റീബാലൻസ് ചെയ്യേണ്ട സമയമായി എന്നുള്ളതിനുള്ള ഒരു ഹിൻ്റാണത്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ ജനുവരി തൊട്ട് ഞാൻ
ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് യു എസിൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ചെയ്യണമെന്ന് സംസാരിച്ച ഒരു ചാനൽ വളരെ വിരളമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ മാർഗങ്ങളിലൂടെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാം, ലിബറലൈസേഷൻ റെമിറ്റൻസ് സ്കീം വഴി ഏകദേശം $2,50,000 ഇന്ത്യൻ സിറ്റീസൺ, ഇന്ത്യൻ റെസിഡൻസിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഇന്ന് പല ആളുകളും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. സോ കം ടു ദ ടോപ്പിക്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ യു എസിലും യൂറോപ്പിലും മറ്റ് അതർ എമർജിങ് മാർക്കറ്റായിട്ടുള്ള യു എ പോലത്തെ കൺട്രികളിലും ബ്രസീൽ, സൗത്ത് കൊറിയ ഇത്തരത്തിലുള്ള മുഴുവൻ കൺട്രീസുകളിലും സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്താനായിട്ട്. അല്ല ഇന്ത്യയിലുള്ള കമ്പനികളെ മാത്രം വിശ്വസിക്കുകയും ഒരു എക്കണോമിയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു നല്ല മെത്തേഡല്ല. സോ നമ്മൾ 4 കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. പെർഫോമൻസ് മറക്കാതിരിക്കുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആൽഫ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, നമ്പർ 1. നമ്പർ 2, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. 0.8നും 1.2നും ഇടയ്ക്ക് വന്നിരിക്കണം. 3ാമത്, റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി 4 ഞാൻ പറഞ്ഞു. 1, ട്രഷറി ആൻഡ് കോർപ്പറേറ്റ് ബോണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ആർബിട്രാജ് ലിക്വിഡ് ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നിഫ്റ്റി 50യുടെ പുട്ട് ഓപ്ഷൻസ് കോൾ ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്സ്, 4ാമതായിട്ട് വരുന്നത് ഗോൾഡ് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ 4 റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ടോ? ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ സംസാരിച്ച പോയിൻ്റ് ആയിരുന്നു ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഇന്ത്യയിൽ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മറ്റ് കൺട്രികളും കൂടി പരിഗണിച്ച് യൂറോപ്പിലും യു എസിലും അതർ എമർജിങ് മാർക്കറ്റിലും കൂടി ഡൈവേഴ്സിഫിക്കേഷൻസ് കൊണ്ടുവരിക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ചെക്കപ്പ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൃത്യമായി റീബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഡയറക്ഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു വിലയിരുത്തൽ നമുക്ക് സ്വന്തം മനസ്സിലാക്കാനും അതുവഴി നമുക്ക് തെറ്റുകൾ തിരുത്തി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്.